വെള്ളപ്പൊക്കം ഉണ്ടായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു സംഭവമാണ് ഈ വീഡിയോയിൽ കാട്ടാൻ പോകുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു റിയൽമിയുടെ ഒരു വാഷിംഗ് മെഷീൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ടിൽ നമ്മൾക്ക് സംഭവം കിട്ടി കഴിഞ്ഞിട്ട് സർവീസിന് വേണ്ടിയിട്ട്, സർവീസ് അല്ല അതായത് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് വരുന്നത് ജീവ് എന്നൊരു സംഭവമാണ്. ജീവ് എന്ന് പറഞ്ഞൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു യൂണിറ്റോ അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഏജൻസിയോ അങ്ങനെ എന്തോ ആണ്. എന്താണെങ്കിലും അവർ വന്നിട്ട് ചെയ്ത് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ മറക്കാനായിട്ട് പറ്റാത്തൊരു സംഭവം തന്നെയായിരുന്നു. എന്താണെങ്കിലും നിങ്ങൾ ആ ഇൻസ്റ്റാളേഷൻ ഒന്ന് ആദ്യം നോക്കുക. ഇതുപോലൊരു ഇൻസ്റ്റാളേഷൻ വർക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വന്ന ജീവിൻ്റെ ടെക്നീഷ്യൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളീ കാണുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യാൻ വന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. നോക്ക് എന്തൊക്കെയാണ് അയാളോട് കാട്ടിക്കൂട്ടി വെച്ചേക്കണേന്ന്. പ്ലഗ് പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് വയറ് വലിച്ചു വെച്ചിരിക്കുന്നു. അത് പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കേട്ടോ, ഈ പൈപ്പൊക്കെ എന്താണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് നോക്ക്. എന്താണെങ്കിലും ഇതിന് സൊല്യൂഷൻ പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ഇതിൻ്റെ അടിയിൽ വെള്ളം വരും, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ബക്കറ്റ് അങ്ങ് എടുത്ത് വെച്ചാൽ മതിയെന്ന്. നല്ല അറിവുള്ള ടെക്നീഷ്യൻ ആണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി. ഇതുപോലെ ഒരു സർവീസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ജീവിന്റെ ടെക്നീഷ്യൻ വന്ന് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാളേഷൻ എങ്ങനെയുണ്ട് എന്നത്. ആരെങ്കിലും ഇതുപോലൊരു ഇൻസ്റ്റാളേഷൻ കിട്ടിയാൽ ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. ആ വാഷിംഗ് മെഷീൻ ഇനി കംപ്ലൈന്റ് കൂടി വരണ്ട എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അയാളോട് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, കാരണം വന്ന ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അയാളോട് പ്രോപ്പറായിട്ട് ഞാൻ ചോദിച്ചാണ് ഇങ്ങനെയല്ലേ അത് ചെയ്യണത്, ഇത് റെഡി ആവും തോന്നുന്നില്ല, ഈ ടൈപ്പ് ടാപ്പ് യൂസ് ചെയ്ത് അത് സ്യൂട്ട് ആകുമോ. അപ്പോൾ അയാൾക്ക് എല്ലാം അറിയാവുന്ന രീതിയിലാണ് അയാൾ നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. നമ്മളെ വെറും പുല്ല് വിലയാണ് അയാൾ തന്നുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും അയാൾ പറഞ്ഞനുസരിച്ചുള്ള ടാപ്പും എല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടും അതൊന്നും സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൽ ചെന്ന് ഈ ടാപ്പ് ഞാൻ വാങ്ങുമ്പോൾ ആ ഷോപ്പുകാരൻ പറഞ്ഞു ഇത് ഒരിക്കലും സ്യൂട്ട് ആകാൻ പോകുന്നില്ല, ഫുള്ളി ഓട്ടോമാറ്റിക്കുള്ള വാഷിംഗ് മെഷീന്, ഈ ടാപ്പ് ഒരിക്കലും സ്യൂട്ട് ആവില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇയാളുടെ നിർബന്ധം കാരണമാണ് പോയി വാങ്ങുകയൊക്കെ ചെയ്തത്. എന്നിട്ടും അതൊന്നും സ്യൂട്ടായിട്ടില്ല. എന്ത് പറയാനാ, മുഴുവൻ നാശമാക്കിയിട്ടാണ് അയാൾ പോയത്. എന്താണെങ്കിലും ഇപ്പം അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ അത് ഏത് ടൈപ്പ് ടാപ്പാണെന്ന് പോയി ഷോപ്പിലൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് ടാപ്പ് കൊണ്ടുവന്ന് യൂസ് ചെയ്തു, എല്ലാം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവരൊക്കെ വിടുന്ന ടെക്നീഷ്യന്മാർക്ക് മിനിമം ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്യാനും അവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. എങ്ങനെ ചെയ്തിട്ടും ചാറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ഒരു റെസ്പോൺസ് ഇല്ല, ഒരു വഴിയും കിട്ടുന്നില്ല ഫ്ലിപ്കാർട്ടിലേക്ക് നോക്കിയിട്ട്. എന്താണെങ്കിലും പണി കിട്ടി. പക്ഷെ എന്തായാലും നമ്മളത് ഐഡിയ വെച്ച് യൂസ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നും വളരെ മോശമായിട്ടുള്ള സർവീസുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഫ്ലിപ്കാർട്ടിന് ജീവ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ മോശമായിട്ടുള്ള സർവീസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പറയുക ഈ വീഡിയോയിൽ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് 10,000, 15,000, 15,000 രൂപ കൊടുത്ത് ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വളരെ മോശമായ സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഇവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.